ലക്ഷ്മി, ഈ സർക്കാരിൻ്റെത് സതുദ്ദേശപരമായ പെരുമാറ്റമാണ്, ഇല്ലെങ്കിൽ പ്രഖ്യാപനങ്ങളാണ്. ഈ ദിവസങ്ങളിലൊക്കെ, അതായത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് പ്രഖ്യാപനം ദിവസങ്ങൾക്കകം നടക്കാൻ പോകുന്നു. പെരുമാറ്റച്ചട്ടം നിലവിൽ വരാൻ പോകുന്നു. അതിന് ഏതാനും ദിവസക്കാലം മുമ്പ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളുമായി ഈ സർക്കാർ വരുന്നത്, ഇല്ലെങ്കിൽ വാഗ്ദാനങ്ങളുമായി സർക്കാർ രംഗപ്രവേശനം ചെയ്യുന്നതുമൊക്കെ എന്ത് ദുഷ്ടലാക്കോട് കൂടിയാണ് എന്നുള്ള കാര്യത്തിലൊക്കെ കേരളത്തിലെ പൊതുസമൂഹത്തിന് വളരെ കൃത്യവും വ്യക്തവുമായ ബോധ്യമുണ്ട്. അതായപ്പോ ഞാൻ വളരെ സിമ്പിളായി ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കേരളത്തിലെ സാമൂഹ്യ സാഹചര്യം, അതായത് വിശന്നപ്പോൾ അരി മോഷ്ടിച്ചതിന്റെ പേരിൽ കൊല്ലപ്പെടേണ്ടി വന്ന മധുവിന്റെ നാടാണ് കേരളം. അവിടെ നിന്ന് ഇങ്ങോട്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ നിന്ന് 4 കിലോമീറ്റർ അകലെ ഒരു കുടുംബത്തിലെ 2 കുട്ടികൾക്ക് മണ്ണുവാരി കഴിക്കേണ്ട സാഹചര്യം ഉണ്ടായ ഒരു സംസ്ഥാനമാണ് കേരളം. ആ കേരളം എങ്ങനെ അങ്ങനെയുള്ള ഒരു കേരളം എങ്ങനെ അതിദരിദ്രം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളത് ഒരു സ്വാഭാവിക ചോദ്യമല്ലേ? അതിദരിദ്രം ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ട് ഉയരുന്നതല്ലേ? ഈ ക്ഷേമ പെൻഷൻ കിട്ടാത്ത ആളുകൾ, അവർക്ക് സമരം ചെയ്യേണ്ടി വരുന്ന സാഹചര്യം, ഇങ്ങനെയുള്ള അവർ ഈ 64,006 പേരുടെ ഗണത്തിൽപ്പെടുന്നവരായിരിക്കും. അവരെയാണ് കണ്ടെത്തി, അവരെയാണ് പലവിധ മാർഗങ്ങളിലൂടെ കണ്ടെത്തി ഒരുവിധ സർക്കാർ പദ്ധതികളിലും ഇടം നേടാത്ത ആ മനുഷ്യരെ റെക്കോർഡ് ചെയ്യുകയാണ് സർക്കാർ ചെയ്തത്. അതൊരു കണക്കിന് നല്ലതല്ലേ? അവര് ഇവിടെ ഉണ്ട്, അവർ ഈ കേരളത്തിൽ ജീവിക്കുന്നു എന്നതിനെങ്കിലും ഒരു റെക്കോർഡ് ഉണ്ടായിരിക്കുകയാണ്. ലക്ഷ്മി, ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. അതായത് ഈ 64,000 ആളുകൾ സർക്കാരിന്റെ പുതിയ കണക്കാണ്. ഈ 64,000 ആളുകൾ എങ്ങനെയാണ്, ആ കണക്ക് സർക്കാരിന് എവിടെ നിന്നാണ് ലഭിച്ചത് എന്ന് മനസ്സിലാവുന്നില്ല. ഈ 64,000 ആളുകൾ അതിദരിദ്രർ അല്ലാതാവുന്നതിന് ഈ സർക്കാർ എന്ത് ചെയ്തു എന്നുകൂടി വ്യക്തമാക്കേണ്ട ഒരു സാഹചര്യമല്ലേ? ഇവർ ഒരുപക്ഷെ മുൻപ് സൂചിപ്പിച്ചു, ഇന്ന് പ്രതിപക്ഷ നേതാവ് അടക്കം വളരെ കൃത്യമായി വാർത്താ സമ്മേളനത്തിൽ സൂചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഞാൻ വളരെ സിമ്പിളായി ചോദിക്കുന്നു, അതിനകത്ത് സർക്കാർ തന്നെ വിശദീകരണം കൊടുക്കുന്നുണ്ട് തൗഫീഖ്. അവരുടെ സൈറ്റിലുണ്ട്. അത് പലർക്കും ഭക്ഷ്യ കിറ്റ് കൊടുത്തിട്ടുണ്ട്, വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്, വീട്ടിലേക്കുള്ള വഴി ശരിയാക്കി കൊടുത്തിട്ടുണ്ട്, റേഷൻ കാർഡ് ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പല വിധത്തിലുള്ള ആവശ്യങ്ങൾക്കാണ് പലർക്കും ഉണ്ടായിരുന്നത്. അത് പല വിധത്തിൽ നേടിക്കൊടുത്ത ആളുകളുടെ കണക്കാണ് ഈ 64,006 എന്നത്.